തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് സ്വർണം പലതരത്തിൽ മോഷണം പോയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വളരെ കൃത്യമായിട്ട് വരുമ്പോഴും മറ്റുള്ള ദേവസ്വം ബോർഡുകളിൽ ഇത് സംഭവിക്കുന്നില്ലേ? എല്ലാ ദേവസ്വം ബോർഡുകളിലും സംഭവിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പുതുതായിട്ടുള്ളത് കൊച്ചിൻ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നത് പൂർണ്ണത്രയീശൻ്റെ 1/2 കിലോ സ്വർണ്ണമടക്കം അത് മുക്കുപണ്ടമാകുന്ന വലിയൊരു മാജിക്കിന് വേദിയാവുകയാണ് ഇപ്പോൾ നമ്മുടെ കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രം. അപ്പോൾ തൃപ്പൂണിത്തുറയുള്ള ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ സ്വർണ്ണക്കോലത്തിലെ 1/2 കിലോ തൂക്കമുള്ള സ്വർണ്ണ മകുടമാണ് ഇപ്പോൾ മുക്കുപണ്ടമായി മാറിയിരിക്കുന്നത്. സർവ്വവിധത്തിലും സകലമാന കള്ളന്മാരുടെയും കൂടാരമായി ഇത് മാറുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണിത്. എവിടെ നോക്കിയാലും കള്ളന്മാർ, എവിടെയാണെങ്കിലും. അതായത് 2016 മുതൽ ഇങ്ങോട്ട് ഇടതുമുന്നണി ഭരിക്കാൻ തുടങ്ങിയ കാലം മുതൽ അവരുടെ നിരീക്ഷണത്തിലും അവരുടെ ശ്രദ്ധയിലുമുള്ള ഇടങ്ങളിൽ അവർ നിരീക്ഷിക്കുന്ന അല്ലെങ്കിൽ അവർ വയ്ക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരടക്കം, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനടക്കം, ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് അടക്കം, അവരടക്കമുള്ള അതിനകത്തുള്ള മറ്റുള്ള ഉന്നത ഉദ്യോഗസ്ഥരും അവരടക്കം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു കൊടുക്കുന്നു. ഇവർക്ക് വേണ്ടിയിട്ട് ഒത്താശ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ സർവ്വവിധത്തിലുമുള്ള അവിശ്വാസികളുടെ ഒരു കൂടാരമായി ഈ തിരുവിതാംകൂർ മാത്രമല്ല കൊച്ചിൻ ദേവസ്വം ബോർഡും മലബാർ ദേവസ്വം ബോർഡും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അപ്പോൾ അത്രയുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? വിശ്വാസികളല്ലാത്തവർ ഈ ബോർഡുകളിലേക്ക് എത്തപ്പെടുന്നു, ദേവസ്വം ബോർഡുകളിലേക്ക് എത്തപ്പെടുന്നു. അവർക്ക് അയ്യപ്പനോ പൂർണ്ണത്രയീശനോ ഒന്നും ഒരു പ്രശ്നമുള്ളതല്ല. എന്നാൽ ഇപ്പോൾ പണി എട്ടിൻ്റെത് തിരികെ കിട്ടുമ്പോൾ ഇവർ മനസ്സിലാക്കുന്നു ചിലപ്പോൾ ഇവർ വിശ്വാസ സമൂഹത്തിൻ്റെ കൂടെ നിൽക്കാൻ ഇനി ചിലപ്പോൾ നിർബന്ധിതരാകുമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കഴിഞ്ഞ ഈ കൊച്ചി രാജകുടുംബത്തിൻ്റെ മുഖ്യ ആരാധനാമൂർത്തിയാണ് ഈ തൃപ്പൂണിത്തുറയിലെ പൂർണ്ണത്രയീശൻ എന്ന് പറയപ്പെടുന്നത്. ആ പൂർണ്ണത്രയീശൻ്റെ സ്വർണ്ണക്കോലത്തിലുള്ള 1/2 കിലോ തൂക്കമുള്ള ഈ സ്വർണ്ണ മകുടം, ആ സ്വർണ്ണ മകുടമാണ് ഇപ്പോൾ കട്ടിരിക്കുന്നത് മാത്രമല്ല അതിനെ മുക്കുപണ്ടമാക്കി മാറ്റി എന്നുള്ളതാണ്. സ്വർണ്ണത്തിനെ മാറ്റി മുക്കുപണ്ടം കൊണ്ടുവച്ചു. സാധനം ഇല്ലാതെയില്ല, എവിടെ നടക്കുന്നത് ഇത് തന്നെയാണ്. ഇവിടെ സ്വർണ്ണപ്പാളി മാറ്റി ചെമ്പ് പാളിയാക്കി, അവിടെ ഈ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിൻ്റെ സ്വർണ്ണ മകുടം മാറ്റിയിട്ട് അതൊരു മുക്കുപണ്ടമുള്ള സ്വർണ്ണ മകുടമാക്കി മാറ്റി, മുക്കുപണ്ട മകുടമാക്കി മാറ്റുന്നു. അതാണ് പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ നടന്നത്. അപ്പോൾ കൊച്ചി രാജകുടുംബത്തിൻ്റെ മുഖ്യ ആരാധനാമൂർത്തികളിൽ ഒരാളാണ് ഈ പൂർണ്ണത്രയീശൻ എന്ന് പറയുന്നത്. രാജകുടുംബം ദേവസ്വം ബോർഡിന് ക്ഷേത്രം കൈമാറിയപ്പോൾ ഉണ്ടായിരുന്ന രത്നങ്ങൾ, വൈരങ്ങൾ എന്ന് മാത്രമല്ല ഇതുപോലുള്ള അമൂല്യമായിട്ടുള്ള വസ്തുക്കൾ അടക്കം ഇതിൻ്റെ നല്ലൊരു ഭാഗവും ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവിടെ ഇല്ല, കാണാനില്ല. ആര് കൊണ്ടുപോയി? ഇതുപോലെ തന്നെയാണ് ഏകദേശം 4 കിലോയോളം സ്വർണ്ണമുള്ള ഉത്രം എഴുന്നള്ളിപ്പിക്കുന്ന കോലത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഞാൻ ഈ പറഞ്ഞ സ്വർണ്ണ മകുടം എന്ന് പറയപ്പെടുന്നത്. ആ സ്വർണ്ണ മകുടത്തിനകത്ത് നിന്ന് ഈ വസ്തുക്കൾ മാത്രം മാറ്റി അതിനെ മുക്കുപണ്ടമാക്കി മാറ്റുന്ന അത്ഭുത പ്രവൃത്തി അവിടെ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അമൂല്യ വസ്തുക്കളുടെ കണക്കെഴുതുന്ന ഈ പണ്ടങ്ങളുടെ ഒരു പാത്രമുണ്ട്, രജിസ്റ്റർ. ആ രജിസ്റ്ററിനകത്ത് ഏകദേശം 496 ഗ്രാം തൂക്കമുള്ളത് എന്നുള്ളതാണ് സ്വർണ്ണ മകുടത്തെക്കുറിച്ച് പറയുന്നത്. ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ഇപ്പോൾ മുക്കാണെന്ന് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയും. മുക്കുപണ്ടമാണ് അവിടെ, സ്വർണ്ണമാണ് 496 ഗ്രാം, അതായത് 1/2 കിലോയോളം, 4 ഗ്രാമിൻ്റെ കുറവേ ഉള്ളൂ. അപ്പോൾ അതിൽ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ സംഭവിച്ചതിൻ്റെ മറ്റൊരു രീതിയാണ് ഈ കൊച്ചിൻ ദേവസ്വം ബോർഡിൽ സംഭവിക്കുന്നത്. അവരിപ്പോൾ പറയുന്നത് ഇത് കാണാനില്ല എന്നുള്ളത് മാത്രമല്ല, അത് മുക്കുപണ്ടമാണ് എന്നുള്ള റിപ്പോർട്ട് ഇപ്പോഴാണ് ലഭിക്കുന്നത്. ഏകദേശം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് കണ്ടെത്തിയത് ഏകദേശം 17 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ഇത് അന്വേഷിക്കാതെ കൊച്ചിൻ ദേവസ്വം ഉഴപ്പി വഴിമാറി നടക്കുന്ന ഒരു കാഴ്ചയുണ്ടായി. ഞാൻ ആദ്യം സൂചിപ്പിച്ച രത്നങ്ങളുണ്ടായിരുന്നു, വൈരമുണ്ടായിരുന്നു, ഇതുൾപ്പെടെയുള്ള അമൂല്യ ശേഖരങ്ങളുണ്ടായിരുന്നു. ഇവയിൽ ഭൂരിഭാഗവും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിൽ 2008 ഫെബ്രുവരി മാസം 23 തൃപ്പൂണിത്തുറയുള്ള അസിസ്റ്റന്റ് കമ്മീഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓഫീസിൽ നിന്ന്, അയാളുടെ ഈ അസിസ്റ്റന്റ് കമ്മീഷൻ ഓഫീസിൽ നിന്ന് തൃശ്ശൂരിലെ സ്പെഷ്യൽ ദേവസ്വം ബോർഡ് കമ്മീഷണർക്ക് തട്ടിപ്പ് സംബന്ധിച്ച് അദ്ദേഹം ഒരു കത്തയക്കുന്നു. ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളും തട്ടിപ്പ് തടയുവാനുള്ള നിർദ്ദേശങ്ങളും ആ കത്തിൽ ഇദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, പക്ഷെ അതിനകത്ത് അങ്ങനെ തട്ടിപ്പ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് വലിയ രീതിയിലുള്ള മറിമായം ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയുമ്പോഴും അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ അന്വേഷണത്തിന് ഒരു ഉത്തരവിടാനോ ഒന്നും ഇവരാരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ കഥ 2008 നടന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ക്ഷേത്രത്തിലെ 4 സ്വർണ്ണക്കോലങ്ങളിൽ ഒന്നാണ് ഞാൻ ഈ പറഞ്ഞ 4 കിലോയോളം വരുന്നത്. അപ്പോൾ ഈ 4ലുമായിട്ട് ഏകദേശം 4 സ്വർണ്ണക്കോലങ്ങളുണ്ട്. ആ 4ലുമായിട്ട് ഏകദേശം 15 കിലോയോളം വരുന്ന സ്വർണ്ണമുണ്ട്. ആ സ്വർണ്ണത്തിനകത്താണ് ഞാൻ ഈ പറഞ്ഞ 1/2 കിലോയോളം വരുന്ന സ്വർണ്ണ മകുടങ്ങളുള്ളത് എന്നുള്ളത്.
അപ്പോൾ ഈ സ്വർണ്ണ മകുടങ്ങളിൽ നിന്ന് ഈ സ്വർണത്തിനെ മാറ്റി അതിനെ അതേപോലത്തെ ഡ്യൂപ്ലിക്കേറ്റ് സാധനം മുക്കുപണ്ടം കൊണ്ട് വെക്കുന്ന ഒരു പ്രത്യേക രീതി ദേവസ്വം ബോർഡിൽ, കൊച്ചിൻ ദേവസ്വം ബോർഡിൽ ഇപ്പോൾ അനുവർത്തിച്ചിരിക്കുന്നു. അപ്പോൾ എവിടെ സ്വർണം കണ്ടാലും അടിച്ചു മാറ്റുക എന്നുള്ള തരത്തിലേക്ക് എത്തപ്പെടുന്നു. ഞാൻ ഈ പറയുന്നത് 17 വർഷങ്ങൾക്ക് മുമ്പ് ഇത് കണ്ടെത്തിയിരുന്നു, പക്ഷേ അത് അന്വേഷണം നടത്തി കണ്ടെത്തിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഗുരുതരമായിട്ടുള്ള വീഴ്ച എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ മറ്റൊരു കോലവുമായിട്ട് ബന്ധപ്പെട്ട് കൊച്ചി രാജകുടുംബം നൽകിയ കേസിൽ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഹൈക്കോടതി രജിസ്ട്രാർ 2021 ഈ പറയുന്ന സ്വർണ്ണക്കോലങ്ങൾ പരിശോധിച്ച് നൽകിയ റിപ്പോർട്ടിലും ഉത്രമെഴുന്നള്ളപ്പിനുള്ള ഈ കോലത്തിലെ മകുടത്തെക്കുറിച്ച് ഒരു തരത്തിലുമുള്ളൊരു പരാമർശവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവരെന്ത് പരിശോധനയാണ് നടത്തിയത്? എന്ത് പരിശോധന നടത്തിയിട്ടാണ് ഇങ്ങനൊരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ 2008 ഇത് സംഭവിക്കുന്നു. അന്ന് ഇതിൻ്റെ അസിസ്റ്റന്റ് കമ്മീഷണർ ഒരു കത്തെഴുതുന്നു. ആ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് തൃശ്ശൂരിലെ സ്പെഷ്യൽ ദേവസ്വം കമ്മീഷണർക്ക് ഒരു കത്തെഴുതിയിട്ട് അതിനുശേഷം 17 വർഷം കഴിഞ്ഞിട്ട് പോലും അതിനകത്തൊരു തീരുമാനം ഉണ്ടാകുന്നില്ല. എന്നാൽ രാജകുടുംബം നൽകിയ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ 2021 ഈ കോലങ്ങളെല്ലാം ഒന്നുകൂടി പരിശോധിക്കണമെന്നും യഥാർത്ഥത്തിൽ കോലങ്ങളുണ്ടോ, കോലങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതിൻ്റെ പേരിലാണ് അത്തരത്തിൽ ചെയ്തത്. പക്ഷേ ആ കോലങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തപ്പെടുകയും ഒപ്പം തന്നെ ആ റിപ്പോർട്ടിനകത്ത് ഇതിനകത്ത് നിന്ന് കാണാതായ വസ്തുവിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ഒരു റിപ്പോർട്ടിനകത്തും ഒന്നും എഴുതി ചേർത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ എഴുന്നള്ളപ്പിനുള്ള കോലത്തെക്കുറിച്ചോ മകുടത്തെക്കുറിച്ചോ യാതൊരു തരത്തിലുള്ള ഒരു പരാമർശം പോലും അതിനകത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം ഈ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലുള്ളത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ 4 സ്വർണ്ണക്കോലങ്ങളാണ്. ഈ സ്വർണ്ണക്കോലങ്ങൾ വെച്ചാൽ അതിനകത്ത് ഒന്ന് എന്ന് പറയപ്പെടുന്നത് ശീവേലിക്കോലം എന്ന് പറയപ്പെടുന്നു. ഈ ശീവേലിക്കോലം നിത്യവും ശീവേലിക്ക് ഈ മേൽശാന്തിയുടെ പക്കൽ അവർ കൊണ്ടുപോകുന്നതാണ്. ഏകദേശം 3 കിലോയോളം വരുന്ന ഒരു ശീവേലിക്കോലമാണ്, സ്വർണ്ണക്കോലമാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കോലം എന്ന് പറയപ്പെടുന്നത്. രണ്ടാമത് കളഭക്കോലം എന്ന് പറയപ്പെടുന്നത്. ഈ കളഭക്കോലം എന്ന് പറയപ്പെടുന്നത് കളഭ ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്ന ദേവസ്വം ഓഫീസറുടെ പക്കലാണ് ഇത് ഉള്ളത്. അവിടെ വച്ചിരിക്കുന്നത് ഈ കളഭ ചടങ്ങുകൾക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന, കളഭം നടക്കുമ്പോൾ അവിടെ കൊണ്ട് വെക്കുന്ന ഈ ഒരു കോലമാണ്. അതിന് ഏകദേശം 3 കിലോയോളം ഭാരമുണ്ടാകും. അപ്പോൾ മൂന്നാമത്തെ കോലം എന്ന് പറയപ്പെടുന്നതാണ് ഈ ഉത്രം കോലം എന്ന് പറയപ്പെടുന്നത്. ഈ ഉത്രം കോലം എന്ന് പറയപ്പെടുന്നത് ഉത്രത്തിലെ എഴുന്നള്ളപ്പിന്, പൂർണ്ണത്രയീശ അമ്പലത്തിലെ എഴുന്നള്ളപ്പ് എന്ന് പറയുന്നത് ഉത്രനാളിലാണ്. ആ ഉത്രനാളിലെ എഴുന്നള്ളപ്പിന് ഈ വൃശ്ചികോത്സവത്തിന്, കൂടാതെ നമ്മുടെ ധനുമാസത്തിൽ തുടങ്ങുന്ന വൃശ്ചികോത്സവം അടക്കം, വൃശ്ചികത്തിലും നവംബർ മാസത്തിൽ ആരംഭിക്കുന്ന വൃശ്ചികോത്സവത്തിനും അതിനോടനുബന്ധിച്ചുള്ള ഉത്സവങ്ങൾക്കുമൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഈ കോലങ്ങളുണ്ട്. ആ കോലത്തിനുമൊക്കെ പ്രധാന കല്ലറയിൽ സൂക്ഷിക്കുന്ന ഒരു കോലമാണ് ഇതെന്ന് പറയപ്പെടുന്നത്. അതിനുശേഷം 4 കിലോയോളം ഭാരം വരും, 3.901 ഗ്രാം, ഏകദേശം 4 കിലോയോളം ഭാരം വരുന്ന ഒരു കോലമാണ് ഈ ഉത്രം കോലം എന്ന് പറയപ്പെടുന്നത്. ആ ഉത്രം കോലത്തിൽ നിന്നാണ് നമ്മൾ ഈ പറഞ്ഞ 1/2 കിലോയോളം വരുന്ന സ്വർണ്ണമകുടം കാണാതായിരിക്കുന്നത്. പകരം അതിലേക്ക് എത്തിയിരിക്കുന്നത് ഈ നമ്മുടെ മുക്കുപണ്ടമാണ്. മുക്കുപണ്ടം കൊണ്ടുവച്ചിട്ട് അതിനെ മുക്കിയവരാരാണ് എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടത്. ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത്. ഇനി നാലാമതായിട്ടുള്ള ഈ കല്ലുകോലം എന്ന് പറയപ്പെടുന്നത്, അത് ഈ വൃശ്ചികോത്സവത്തിന് 5 ദിവസം ഉപയോഗിക്കുന്നതാണ് ഈ കല്ലുകോലം എന്ന് പറയപ്പെടുന്നത്. ആ കല്ലുകോലം എന്ന് പറയപ്പെടുന്നതിനെ അത് പ്രധാന കല്ലറയിൽ വെച്ചിട്ടുണ്ട്. ഏകദേശം 3.5 കിലോയിലധികം, 3.642 കിലോഗ്രാം വരുന്ന തൂക്കം വരുന്ന കോലമാണ് ഈ കല്ലുകോലം എന്ന് പറയപ്പെടുന്നത്. ഈ കോലങ്ങളിൽ പലപ്പോഴും എഴുന്നള്ളത്തിനായിട്ട് ഉപയോഗിക്കുന്ന സമയങ്ങളിലാണ് ഇത് എപ്പോഴും പുറത്തേക്ക് എടുക്കാറുള്ളത്. അപ്പോൾ പുറത്തെടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഇതിനകത്ത് ആരൊക്കെയാണോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് എടുക്കുമ്പോൾ കൂടെയുള്ളവർ, ഇത് കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ ആരാണ്, അവരെ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അവരെ മാത്രം ഒന്ന് അറസ്റ്റ് ചെയ്യുകയോ മൊഴിയെടുക്കാൻ കൊണ്ടുപോയോ ചോദ്യം ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണെന്ന് കണ്ടെത്താൻ കഴിയും. ഇത് 17 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായത് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത്രത്തോളം അനാസ്ഥ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത്. അത് മാത്രമല്ല, ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ല, വൈഡൂര്യങ്ങളാവട്ടെ, രത്നങ്ങളാവട്ടെ, വൈരങ്ങളാവട്ടെ, അമൂല്യമായിട്ടുള്ള രത്നശേഖരങ്ങളാവട്ടെ, ഇതെല്ലാം നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട്. സ്വർണം മാത്രമല്ല നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ സ്വർണത്തിനോടൊപ്പം ഇത്രയും സാധനങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ ആ നഷ്ടപ്പെട്ട സാധനങ്ങൾ കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞത് 17 വർഷമായിട്ട് ഇത് കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ എന്തെല്ലാം അതിനുശേഷം അവിടെ നിന്ന് കളവ് പോയിട്ടുണ്ടായിരിക്കും, എന്തെല്ലാം കട്ടുകൊണ്ടുപോയി കാണും ഇതിന് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ. ഇപ്പോൾ തന്നെ നമുക്കറിയാൻ കഴിയുന്നത്, ഇപ്പോൾ സ്വർണ്ണപ്പാളി വിവാദം ശബരിമലയിൽ ഉണ്ടായപ്പോഴാണല്ലോ ഇങ്ങനത്തെ ഈ ബാക്കിയുള്ള ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ഇത് വലിയ ചർച്ചാ വിഷയമാകുന്നത്. അല്ലായിരുന്നുവെങ്കിൽ ഇത് ആരും അറിയില്ല. ഇവിടെ നിന്ന് ശബരിമലയിൽ നിന്ന് മുക്കിക്കൊണ്ടു പോകുന്നത് പോലെ തന്നെ ബാക്കിയുള്ള അമ്പലങ്ങളിൽ നിന്ന്, അതിപ്പം മലബാർ ദേവസ്വമാകട്ടെ, കൊച്ചിൻ ദേവസ്വമാകട്ടെ, തിരുവിതാംകൂർ ദേവസ്വമാകട്ടെ, ഏത് ദേവസ്വത്തിൻ്റെ കീഴിലാണെങ്കിലും സംഭവിക്കുന്നത് ഇത് തന്നെയാണ് എന്നുള്ളതാണ്.
അപ്പോൾ ദേവസ്വം ബോർഡ് എന്ന് പറയപ്പെടുന്നത് പുതുക്കി പണിയേണ്ടിയിരിക്കുന്നു, അഴിച്ചു പണിയേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള, അതായത് ഈ രാഷ്ട്രീയക്കാരെ ഇതിനകത്ത് ഈ ദേവസ്വം ബോർഡുകളുടെ പ്രസിഡന്റുമാരായി വയ്ക്കേണ്ട ഒരു കാര്യവുമില്ല. അക്ഷരാഭ്യാസമുള്ള ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കുക, IPS, IAS, അങ്ങനെയുള്ളവരിലും കള്ളന്മാരുണ്ട്. എങ്കിൽ കൂടിയും നമുക്ക് വിശ്വാസികളോടൊപ്പം നിൽക്കുന്നു എന്ന് പറയപ്പെടുന്നത് ഹിന്ദു വിശ്വാസത്തെ തകർക്കാത്തവരോടൊപ്പം നിൽക്കുന്നവരെ ഇതിനകത്ത് ഉപയോഗിക്കുക. അപ്പോൾ അക്ഷരാഭ്യാസമുള്ളവർ വരട്ടെ, വിദ്യാഭ്യാസമുള്ളവർ വരട്ടെ, വിവരമുള്ളവർ വരട്ടെ. മാത്രമല്ല ഈ വിശ്വാസികളാവുമ്പോൾ ദൈവത്തിനോടെങ്കിലും ഒരല്പം കൂറ് കാണിക്കാനുള്ള ഒരു ശ്രമം നടത്തും. ഇല്ലെങ്കിൽ ഈ വിശ്വാസികൾ നൽകുന്ന ഇത്തരത്തിലുള്ള സ്വർണ്ണങ്ങൾ അടിച്ചു മാറ്റി അവരവരുടെ വീടുകൾ നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങളും ബാക്കിയുള്ള കൊട്ടാരങ്ങൾ പണിയുന്ന പ്രവർത്തനങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോകും. അതിൻ്റെ ആവശ്യമില്ല. ഈ അവിശ്വാസികളായിട്ടുള്ളവർ ഭരണം നടത്തുമ്പോൾ തന്നെയാണ് സ്വർണം കട്ടുമുടിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഈ 2016 മുതൽ ഇങ്ങോട്ട് നമ്മുടെ ശബരിമലയെ കട്ടുമുടിച്ചവർ തന്നെയാണ് ഇതിന് പിന്നിലും പ്രവർത്തിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം എല്ലാ കാലഘട്ടങ്ങളിലും ഇതുപോലുള്ളവരുടെ പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. 2006 ഭരിച്ചിരുന്നതും ഇതേ CPM തന്നെയാണ്. VS അച്യുതാനന്ദൻ്റെ ഭരണകാലത്തായിരുന്നു ഇത് സംഭവിക്കപ്പെട്ടിട്ടുള്ളത്. 2008 കണ്ടെത്തി അല്ലെങ്കിൽ കാണാതായി എന്ന് പറയപ്പെടുന്ന 1/2 കിലോ സ്വർണം, പൂർണ്ണത്രേശ്യൻ്റെ സ്വർണം എന്ന് പറയുന്നത് 1/2 കിലോയിൽ ഒതുങ്ങുന്നതല്ല. അതുമാത്രമല്ല അവിടെ നിന്ന് കാണാതായത്, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ രത്നങ്ങളും വൈരങ്ങളും അമൂല്യമായിട്ടുള്ള വൈഡൂര്യ ശേഖരങ്ങളും അടക്കം അവിടെ നിന്ന് കാണാതായിട്ടുണ്ട്. അതിനുശേഷം 17 വർഷത്തോളം ആരും ഒന്നും അറിയാതെ എത്രയോ സാധനങ്ങൾ അവിടെ നിന്ന് കടത്തിക്കാണും, എത്രയോ സാധനങ്ങൾ അവിടെ നിന്ന് കളവ് നടത്തിക്കാണും. ഇത് തന്നെയാണ് ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതെല്ലാം ചക്രക്കുളങ്ങളാണ്. അമ്പലങ്ങളെന്ന് പറയപ്പെടുന്നത് ഭക്തർ സമർപ്പിക്കുന്ന കാണിക്ക കൊണ്ട് നിറയുന്ന ഇടങ്ങളാണ്. അത് സ്വർണ്ണമായിട്ടും രത്നമായിട്ടും വൈഡൂര്യമായിട്ടും ഒക്കെ അവിടെ ലഭിക്കുന്നു, പണമായിട്ടും ലഭിക്കുന്നു. ഇതെല്ലാം ചക്രക്കുളങ്ങളായതുകൊണ്ട് തന്നെ ഇതിനകത്ത് എത്തപ്പെടുന്ന ആരാണെങ്കിലും, അവിശ്വാസികളായാലും വിശ്വാസികളായാലും, എല്ലാവരും ഈ ചക്രക്കുളത്തിൽ കൈയിടുക തന്നെ ചെയ്യും. പണവും ആഭരണങ്ങളും സ്വർണവും വൈരവും രത്നങ്ങളും അടക്കം അടിച്ചു മാറ്റുക തന്നെ ചെയ്യും. പക്ഷെ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കള്ളന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതാണ്. ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ അറസ്റ്റ് ചെയ്തതുപോലെ ഇനി അതിന് പിന്നിൽ പ്രവർത്തിച്ച മഹാന്മാർ ആരുണ്ടോ അവരെല്ലാവരും അകത്താവും. ആ മൊഴികൾ ക്രൈംബ്രാഞ്ചിൽ ലഭിച്ചു കഴിഞ്ഞു. പക്ഷേ ഇനിയൊരു ഇടപെടൽ ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇല്ലാതിരുന്നാൽ യഥാർത്ഥ പ്രതികളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുതന്നെയാണ് ഈ പൂർണ്ണത്രേശ്യ അമ്പലത്തിലും കൊച്ചിൻ ദേവസ്വവുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയത്തിലും സ്വീകരിക്കേണ്ടത്. അത്തരത്തിൽ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിലോ കൃത്യമായി ഈ കളവ് നടത്തിയത് ആരാണെന്ന് കണ്ടെത്തുവാനുള്ള ഒരു അന്വേഷണമെങ്കിലും ഈ പൂർണ്ണത്രേശ്യ അമ്പലത്തിൽ ഉണ്ടാവേണ്ടതാണ്. ശബരിമലയിൽ വലിയ വമ്പൻ സ്രാവുകൾ, മുതിർന്ന CPMൻ്റെ നേതാക്കൾ അടക്കമുള്ളവർ അകത്താകുമ്പോൾ, അതുപോലെ തന്നെ 2008 ആരാണോ ഇവിടെ ഭരിച്ചിരുന്നത്, ആ കാലഘട്ടത്തിൽ ആരാണോ ഉണ്ടായിരുന്നത്, അവരടക്കമുള്ളവർ നിയമത്തിനും നീതിക്ക് മുന്നിലും കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.